ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു വെജിറ്റബിൾ കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ടുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബീൻസ്, മീഡിയം 2 സവാള, 1 പൊട്ടറ്റോ, 2 ക്യാരറ്റ്, 3 പച്ചമുളക്. ഇതെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവരാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ എല്ലാം കൂടെ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം നമുക്കൊന്ന് വേവിച്ചു കൊണ്ടുവരാം. നമുക്കിനൊരു ഗ്രേവി തയ്യാറാക്കാം. എന്നിട്ട് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ പച്ചമല്ലി, 1 പച്ചമുളക്, 3-4 കഷ്ണം വെളുത്തുള്ളി, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് പെരുംജീരകം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇതൊന്ന് അടച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചു കൊണ്ടുവരാം. അങ്ങനെ ഗ്രേവി തയ്യാറായിട്ടുണ്ട്. പച്ചമല്ലി ചേർക്കുമ്പോൾ നമുക്ക് വേറൊരു ഫ്ലേവറാണ് കറിക്ക്. പച്ചമല്ലി ഇല്ലാത്തവർ മല്ലിപ്പൊടി ചേർത്താലും കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ വെജിറ്റബിളെല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചിരുന്ന ഗ്രേവി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സ്റ്റൗ ഓണാക്കി അതിൽ വയ്ക്കാം. ഈ കറിയെല്ലാം ഒന്ന് തിളച്ച് കുറുകി വരട്ടെ. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ കറിയുടെ ചാറെല്ലാം കുറുകി പരുവായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനൊരു കടുക് താളിച്ച് കൊടുക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ലേശം കടുക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.